തുടങ്ങി സാർ. പ്രിയമുള്ള അധ്യാപകരെ, നമ്മളൊരു അധ്യാപക ദിനം കൂടി കടന്നു പോവുകയാണ്. സെപ്റ്റംബർ 5 അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാം. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. അധ്യാപകൻ ഔദത്യമുള്ള അധ്യാപകനായിട്ട് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ മാറ്റ പ്രക്രിയയിൽ ഇടപെടാൻ കഴിയും. കേവലം ഒരു തൊഴിൽ മാത്രമായിട്ട് അധ്യാപക വൃത്തി കാണുന്ന അവസ്ഥ മാറിയിട്ട് അധ്യാപകരുടെ ഒരു മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ എല്ലാ തൊഴിലുകളെയും സൃഷ്ടിക്കുന്ന അധ്യാപകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്യാപകന് പ്രത്യേകമായിട്ടുള്ള മഹത്വമുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അധ്യാപകനൊരു സമൂഹത്തിലെ അനിവാര്യ ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. കേവലം സ്കൂളിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ മാത്രമല്ല അധ്യാപകർ. അവർ ആ സമൂഹത്തിൽ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും സാമൂഹ്യ പരിവർത്തന പ്രക്രിയയിൽ ഇടപെടുകയും ചെയ്യുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. നമ്മുടെ നവോത്ഥാന ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച നിരവധി അധ്യാപകർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ല. ആ മാറ്റം അത്തരം സാമൂഹ്യ പ്രക്രിയയുടെ ഒരു പരിവർത്തനത്തിൻ്റെ ഉൽപ്പന്നമായിട്ടാണ് ഇന്നത്തെ സമൂഹം നിൽക്കുന്നത്. വിദ്യാഭ്യാസം കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയായിട്ട് വിദ്യാഭ്യാസം മാറാൻ എൻ്റെ സാങ്കേതിക മേഖലയിൽ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള സിദ്ധാന്തങ്ങളിലും അതിൻ്റെ തത്വശാസ്ത്രപരമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങളിലൊക്കെ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ, വളരെ ശക്തമായിട്ട് ഇടപെടുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഇടപെടാൻ നമുക്ക് കഴിയണം. വിദ്യാർത്ഥികളെ തിരിച്ചറിയുന്ന അധ്യാപകർ മാത്രമേ യഥാർത്ഥത്തിൽ നല്ല അധ്യാപകനാകുകയുള്ളൂ. അവരുടെ ജീവിത രീതിയും സാമൂഹ്യ സാഹചര്യങ്ങളും കുടുംബ പശ്ചാത്തലവും അവരുടെ വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള സവിശേഷതകളും ഒക്കെ തിരിച്ചറിയുമ്പോൾ മാത്രമേ അധ്യാപകനാകാൻ മാറാൻ കഴിയൂ. അങ്ങനെ മാറുന്നൊരു അധ്യാപകന് മാത്രമേ നല്ല ഒരു അധ്യാപകനായിട്ട് മാറാൻ കഴിയൂ. നമ്മുടെ അധ്യാപകന്റെ ചിന്തയിൽ ഇപ്പം നമുക്കറിയാം, ഈ വിരൽത്തുമ്പിൽ വിജ്ഞാനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അധ്യാപകനില്ലെങ്കിലും ഇവിടെ കുട്ടികൾ പഠിക്കും. കാരണം നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കാര്യം കോവിഡ് കാലത്ത് എല്ലാ പഠനങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷെ സാമൂഹ്യവൽക്കരണ പ്രക്രിയ നടന്നിട്ടില്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ദർശനം എന്ന് പറയുന്നത് സാമൂഹ്യവൽക്കരണ പ്രക്രിയയാണ്. ആ സാമൂഹ്യവൽക്കരണ പ്രക്രിയ നടക്കാൻ യന്ത്രങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതുകൊണ്ട് അധ്യാപകന്റെ സവിശേഷതകൾ അധ്യാപകന് മാതൃകയാകുന്ന തരത്തിലേക്ക് മാതൃകയാക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകുന്ന ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടാൻ കഴിയില്ല. അപ്പോൾ അറിവ് നിർമ്മാണം മാത്രമല്ല ഇവിടെ ആവശ്യം, സാമൂഹ്യവൽക്കരണ പ്രക്രിയയുണ്ട്, അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റങ്ങളുണ്ട്. അപ്പോൾ സാംസ്കാരികമായിട്ട് മാറണമെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് മാറ്റം ഉണ്ടാകണം. കേവലം വിഷയാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അനുഭവങ്ങളിലൂടെ ആർജിതമാകുന്ന ആശയങ്ങൾ, ആ ആശയങ്ങളുടെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു മൂർത്തമായിട്ടുള്ള ഒരു നിധി, ആ നിധി രൂപീകരിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു ട്രഷർ കൺസ്ട്രക്ഷൻ നടക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം നമുക്ക് അറിവ് നിർമ്മാണത്തിൻ്റെ കാലഘട്ടമാണ്. കാരണം ഇഷ്ടംപോലെ അറിവ് കിട്ടാണ്ട്, നമുക്കറിയാം, ഇഷ്ടംപോലെ അറിവ് കിട്ടാണ്ട്, എവിടുന്ന് കിട്ടാണ്ട്, നെറ്റിൽ കിട്ടാണ്ട്, പുസ്തകങ്ങളിൽ കിട്ടാണ്ട്, ധാരാളം അറിവുകൾ കിട്ടാണ്ട്. ഈ അറിവുകളെ സ്വാംശീകരിക്കുകയും അതിനെ അവഗണിക്കുകയും ഒരു യുക്തമായ വളരെ യുക്തിപരമായിട്ടുള്ള നിഗമനത്തിൽ എത്തിച്ചേരുകയും അങ്ങനെ എത്തിച്ചേരുന്ന നിഗമനത്തെ പ്രയോഗിക്കുകയും നല്ലൊരു മനോഭാവത്തിലേക്ക് വ്യക്തിയെ മാറ്റി തീർക്കുകയും ചെയ്യുന്ന തരത്തിൽ നമ്മൾ വിദ്യാർത്ഥികളെ മാറ്റുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ അധ്യാപനത്തിന്റെ ഔന്നത്യം, അധ്യാപനത്തിന്റെ മഹത്വം പ്രാവർത്തികമാകും. അതിന് ഈ സാങ്കേതിക വിദ്യകളും ശാസ്ത്രത്തെയും നമ്മുടെ എല്ലാ അനുഭവങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ ഈ അധ്യാപക ദിനം നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് മാറുന്നു. ഓരോ അധ്യാപക ദിനവും ഓർമ്മപ്പെടുത്തുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്.
കടന്നു പോകുമ്പോഴും നമ്മളിൽ സ്വയം എന്ത് മാറ്റങ്ങൾ ഉണ്ടായി, നമുക്ക് എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള തിരിച്ചറിവ് അധ്യാപകൻ ഉണ്ടാകുമ്പോൾ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, അധ്യാപക ദിനത്തിന്റെ മഹത്വം, അധ്യാപക ദിനാചരണത്തിന്റെ മഹത്വം നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നുള്ളൂ. വളരെ സംക്ഷിപ്തമായിട്ട് മാത്രമേ ഞാൻ കാര്യങ്ങളായിട്ട് പരാമർശിക്കുന്നുള്ളൂ. എല്ലാവർക്കും